നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മനോഹരമായ ഗാനം. ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി ഏഴു സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി ഏഴു സുന്ദര രാത്രികൾ. റിയാലിറ്റി ഷോകളിൽ ഒരു ചിത്രശലഭത്തെ പോലെ വന്ന് ഇപ്പോൾ സിനിമാ പിന്നണി ഗാനരംഗത്തും സജീവമായി കൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ഗായിക നമുക്ക് വരവേൽക്കാം. സാധിക. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാധിക. നമസ്കാരം സാധിക. നമസ്കാരം സാർ. ഈയിടെ നമ്മളിന്ന് കണ്ടു കൊച്ചിയിൽ വെച്ച്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൊച്ചിയിലാണെന്ന് അറിയാം. പിന്നെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ജീവിതമൊക്കെ നന്നായി പോകണം. നമുക്ക് വിശേഷങ്ങൾ അറിയാം. ഓക്കെ, തുടങ്ങാം. അപ്പൊ സാധിക, ഒരു ഗായിക എന്ന നിലയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പാട്ടിലൂടെ തന്നെ ആവാം നമ്മുടെ തുടക്കം. ഓക്കെ, റെഡി? രവീന്ദ്ര മാഷ് സംഭവമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നന്നായിരുന്നു കേട്ടോ, മനോഹരമായിട്ട് പാടി. അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? കേറി പാടാ മക്കളെ. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ നിന്നാണ്. എല്ലാ സിനിമ കാണും? ഇല്ല. എന്നാലും നല്ല നല്ല അത്യാവശ്യം റിപ്പോർട്ടുള്ള പടങ്ങളൊക്കെ പോയി കാണും. ഓക്കെ. അപ്പം ഹസ്ബൻഡ് ഓഡിയോ എഞ്ചിനീയർ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരുത്താം അല്ലേ? സോ ആദ്യത്തെ ചോദ്യം, മൂകാംബികയുടെ പശ്ചാത്തലമുള്ള സിനിമയിൽ കാണിക്കുന്ന സർവജ്ഞപീഠം ആര് തപസ്സിരുന്ന സ്ഥലമാണ്? എ ശങ്കരാചാര്യർ, ബി പരമശിവൻ, സി പരശുരാമൻ. ശങ്കരാചാര്യർ. എ ശങ്കരാചാര്യർ. ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്ന അർഹനല്ലെങ്കിലും ഞാനിപ്പോ ഈയിടയ്ക്ക് മൂകാംബിയെ പോയിരുന്നു. ഒരു വല്ലാത്ത ശക്തിയാണ്. കാരണം 3 ഭാവങ്ങളാണ് ദേവിക്ക്. അപ്പൊ ശങ്കരാചാര്യർ തപസ്സിരുന്ന ഒരു സ്ഥലമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും അതിന്റെ പവിത്രമായ രീതികളെല്ലാം തന്നെ അവിടെ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർ സിംഗർ ജൂനിയറിലെത്തിയത് എങ്ങനെയാണ്? സ്റ്റാർ സിംഗർ ആണ് എൻ്റെ അവസാനത്തെ റിയാലിറ്റി ഷോ ഇതുവരെ ഞാൻ ചെയ്തതിലുള്ളത്. അതിനു മുമ്പും ഞാൻ റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇതേപോലെ ഞാൻ ഓഡിഷന് പോയപ്പോൾ ഒരു 3-4 ഓഡിഷനിൽ ഞാൻ പങ്കെടുത്തു. ഒരു സൂര്യ ടി വിയിൽ, ഒന്ന് പല 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 ചാനലിലായിട്ട്. അപ്പോഴാണ് നമ്മുടെ സ്റ്റാർ സിംഗർ എന്താ പറയുക 2000 ഫസ്റ്റത്തെ ഇറങ്ങിയ സ്റ്റാർ സിംഗർ ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുക, ഫ്ലറിഷ്ഡായി നിൽക്കുക. എവിടെ ചോദിച്ചാലും നജീംക, അങ്ങനത്തെ എല്ലാവരുടെ പേരുകളാണ്. അപ്പം അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരു സമയത്ത് അപ്പോഴാണ് ഇതിൻ്റെ ജൂനിയർ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഓഡീഷന് പോയി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ഓഡീഷൻ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിലും കൂടെ ഒന്ന് പോയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ട്, അതിലൊരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഒരുപാട് പേരുണ്ട്, എന്തോ ദൈവം സഹായം കൊണ്ട് അതിൽ ഓഡീഷനിൽ കിട്ടി. അപ്പം പിന്നെ ഞാൻ വേറെ ഒന്നും ഇതിലേക്ക് വന്നു. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം, സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? ഈ പറഞ്ഞ മുതലേ ഞാൻ ഒട്ടും സംസാരിക്കാത്ത ഒരാളായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ എന്നെ പറയും, എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ പോലും ഞാനിങ്ങനെ ഒന്നും മിണ്ടാത്ത. ഞാൻ ഓർക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പകുതി വരെ എൻ്റെ വിധികർത്താവായിരുന്നു. അപ്പൊ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും സാധിക വലിയ മിണ്ടാട്ടമുള്ള ഒരാളാണ്. ചിരി മാത്രം, ചിരി. ഇത് മാത്രം ഒരു ഡോളിനെ പോലെ ഞാൻ നിൽക്കും. അപ്പം ശങ്കരാചാര്യർ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാട മക്കളയിൽ രണ്ടാമത്തെ ചോദ്യമാണ്. ഒരു വീഡിയോ കാണാം. ഹായ്, സുന്ദരിയായല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞടി. ഇപ്പൊ എന്റെ ചായ ഉണ്ട്. അയ്യോ, മുടി ഇതുവരെ കെട്ടിയില്ലയോ? പൂവൊക്കെ ഉണ്ടായോ? എടി, നിനക്ക് മുല്ലപ്പൂ ഉണ്ടായോ? അയ്യോ വേണ്ട ചേച്ചി, അരവിന്ദനെ കണ്ടില്ലല്ലോ. അരങ്ങേറ്റത്തിന്റെ സമയമാവുമ്പോ അവനങ്ങ് എത്തിക്കോളൂന്നേ. അവൻ അമ്പലത്തിൽ കേറത്തില്ല ഉച്ച. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ പാവം. ചോദ്യം: ഗിരിജ മുല്ലപ്പൂ ചൂടാത്തതിന് കാരണമായി പറയുന്നത് എന്താണ്? എ. പൂക്കളോട് അലർജി. ബി. കല്യാണ ദിവസം ഓർമ്മ വരും. സി. പ്ലാസ്റ്റിക് പൂക്കളോടാണ് ഇഷ്ടം. കല്യാണ ദിവസം ഓർമ്മ വരുന്നായിരിക്കും. ഞാൻ പൂട്ടാം. ബി. കല്യാണ ദിവസം ഓർമ്മ വരും. സാധികയുടെ ഓർമ്മ എന്താണ്? കല്യാണ ദിവസം. അതിന്റെ തലേ ദിവസം എന്തായിരുന്നു? നിങ്ങൾ ലവ് മാരേജ് ആണോ? ഏകദേശം അങ്ങനെ ആണെന്ന് പറഞ്ഞാ പോലെ. ഈ ഏകദേശം അല്ല, ഞങ്ങള് ശരിക്കും എല്ലാം ആയതിനു ശേഷമാണ് ലവ് ചെയ്യുന്നത് തോന്നുന്നു. പക്ഷെ എന്നാ അല്ലേന്ന് വെച്ചാൽ അല്ല, ഞങ്ങളാണ് ആദ്യം കണ്ടുമുട്ടിയതൊക്കെ. വീട്ടിൽ പറഞ്ഞു, പിന്നെ അത് ലവ്. ഏത് സ്റ്റുഡിയോ വെച്ചായിരുന്നു? അമല മീഡിയ ഹൗസ്, കോഴിക്കോട്. അവരെ പറയും ചെയ്തു ഞങ്ങൾ ഇനി അടുത്ത മാട്രിമോണിക്ക്. കല്യാണം ഇപ്പൊ പറഞ്ഞല്ലോ, കല്യാണ ദിവസം ഓർമ്മ വരും. ആ ദിവസത്തെ ഒരു ഓർമ്മ എന്താണ്? എവിടെ വെച്ചായിരുന്നു കല്യാണം? കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. കല്യാണ ദിവസം എന്ന് പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട്. കോവിഡ് പരന്ന് നിൽക്കുന്ന സമയത്ത് ആകെ 50 പേര് മാത്രം പറ്റുന്നവരെ കല്യാണമായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാര്. അത് പറ, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 3-4 ഫംഗ്ഷനുകൾ കുറെ നടന്ന് അച്ഛൻ്റെ ചെലവൊക്കെ പോയി. ഈ പറഞ്ഞ മാതിരി 50 പേര് മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. അതില് 10 പേരും ഞങ്ങളെ കുടുംബക്കാർക്ക് അവർക്കും കോവിഡായി. അതുകൊണ്ട് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെയായിരുന്നു കല്യാണത്തിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അച്ഛൻ ബിസിനസ്സാണ്, അച്ഛൻ പാടും. പക്ഷെ അമ്മ ഹൗസ് വൈഫ്. നിങ്ങൾ എത്ര പേരാ? അതാണ് അതിന്റെ ഗുഡൻസ്. സോ ബി, കല്യാണ ദിവസം ഓർമ്മ വരും. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. കേറിവാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം. സിനിമയിൽ അരവിന്ദനെ ഉപേക്ഷിക്കുന്ന ചിൽഡ്രൻസ് ഹോമിന്റെ പേര് എന്താണ്? ദേവി ബാലഭവൻ അടിക ചിൽഡ്രൻസ് ഹോം, ഗോവിന്ദ അടിക ചിൽഡ്രൻസ് ഹോം, മൂകാംബിക ചിൽഡ്രൻസ് ഹോം. ഗോവിന്ദ അടിക ചിൽഡ്രൻസ് ഹോം. ഗോവിന്ദ അടിക ചിൽഡ്രൻസ് ഹോം ആണല്ലേ? ഷുവറാണല്ലോ. ഞാൻ അടുത്ത് വെച്ച് പൊട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ശരിക്കും ഈ അടിക എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരുപാട് ഓർമ്മകളാണ്. ഞാൻ ആദ്യമായിട്ട് മൂകാംബി പോണ ഏകദേശം 78-79 ആ പീരീഡാണ്. അന്ന് എനിക്ക് കുറേ പൈസ കിട്ടി. ഞാനിവിടെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ചെന്തോ ഈ മെറ്റീരിയൽസിൻ്റെ എന്തോ സപ്ലൈ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ചെയ്ത് പുള്ളിക്ക് കുറേ പൈസ കിട്ടിയാൽ പുള്ളിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ.
അപ്പോൾ 8,000 രൂപയോ സംതിങ് 10,000 റുപ്പീസിൻ്റെ താഴെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേര്, ഞാൻ പിന്നെ രവീന്ദ്രപാൽ, പിന്നെ ഒരു രാമചന്ദ്രൻ, ഞങ്ങൾ 3 പേരും കൂടെ പറഞ്ഞു നമുക്കൊരു ടൂർ പോകാമെന്ന് പറഞ്ഞു. ശരിക്കും മൂകാംബിയ പോയതല്ല, ഞങ്ങൾ വെറുതെ യാത്ര തുടങ്ങി. എറണാകുളത്ത് പോയി 2-3 ദിവസം താമസിച്ചു. പൈസ ഉണ്ടല്ലോ കയ്യിൽ. അപ്പോൾ അവിടെ ഹോട്ടൽ എടുക്കുന്നു, ഞങ്ങൾ 3 പേരും അടിച്ചു പൊളിക്കുന്നു, താമസിക്കുന്നു. അപ്പോൾ എൻ്റെ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് കോഴിക്കോട് പോകാം, അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല കൊഞ്ച് വറുത്തത് അതും ഇതെല്ലാം കിട്ടും. ശരി, അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അവിടെ 2 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രിവാൻഡ്രത്തോട്ട് വരാൻ നിൽക്കുകയാണ്. അവൻ നിന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മൂകാംബിക, അതായത് കുന്താപുര എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടത്തേക്ക് ട്രെയിൻ കണക്ഷൻ കോഴിക്കോട് ടു മാംഗ്ലൂർ ടു കുന്താപുര. നോക്കിയപ്പോൾ ഉണ്ട് 12.40 രൂപ ഉള്ളൂ. അപ്പം ട്രിവാൻഡ്രത്തോട്ട് പോകാനും അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലെന്ത്. അപ്പം മറ്റൊരു 3 പേരുണ്ടല്ലോ, മറ്റോ പറഞ്ഞ് എൻ്റെ ഒരു മാമൻ്റെ മോന് മാംഗ്ലൂർ മെഡിക്കൽ കോളേജ് പഠിക്കുന്നുണ്ട്, നമുക്ക് അവരെയും കൂടെ കാണാമെന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്ത് പോയിട്ട് അവിടെ അടിച്ചു പൊളിക്കുന്നു. അവിടുന്ന് കുന്താപുര പോയി താമസിക്കുന്നു. അവിടുന്ന് ഞങ്ങളൊരു ബസ്സിൽ, സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കോയിൻസിഡൻസ് ആണ്, ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് അന്ന് വളരെ ചെറിയ റോഡാണ് മൂകാംബിയ ടെമ്പിളിലോട്ട്. പോകുമ്പോൾ ഉണ്ട് ഒരു കാറിൽ ദാസേട്ടൻ തിരിച്ചു പോകുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഒരു വലിയ അതിശയമായിരുന്നു, വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് മൂകാംബിയ അമ്മയുടെ ശക്തി. ഓക്കെ, ബി ഗോവിന്ദ അടിക ചിൽഡ്രൻസ് ഹോം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിപാടാ മക്കളയിൽ 4ാമത്തെ ചോദ്യം, ഒരു വീഡിയോ. ഇന്നത്തെ വണ്ടിക്ക് ഇതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, സാവകാശം മതി. ഞങ്ങൾ ഈ കോട്ടയം, പത്തനംതിട്ട, NRI ജില്ലക്കാര് ആരെങ്കിലും മരിച്ച ഡെഡ് ബോഡി മിനിമം ഒരു 5-6 ദിവസം മോർച്ചറിയിൽ വെറുതെ അങ്ങ് വെച്ചിരിക്കും. ചുമ്മാ ഒരു ഷോയ്ക്ക് കുറെ റീൽസ് വെച്ചാ പോരെ? അതുപോരാ, ഈ ഡെഡ് ബോഡിക്ക് വിദേശത്തും മറ്റും ഒരുപാട് ബന്ധുക്കളുണ്ടെന്ന് ഈ നാട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ജാടയാ. ചോദ്യം: ജാടയ്ക്ക് മാധവൻ നൽകുന്ന വിശേഷണം എന്താണ്? എ കൊടും ജാട, ബി NRI സ്പെഷ്യൽ ജാട, സി മരണജാട. മരണജാട. മരണജാട അല്ലേ? ഓപ്ഷൻ സി മരണജാട ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. സാധികയുടെ ആദ്യത്തെ സിനിമാ ഗാനം ഏതാണ്? എൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം വലിയൊരു കഥയാണ്. ഞാൻ ഈ പറഞ്ഞ മാതിരി സ്റ്റാർ സിംഗറൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് സുജാത ആൻറ്റി എന്നെ വിളിക്കണം. എന്നിട്ട് പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കണം, ഇത് വരും, ഒരു അത്യാവശ്യ കാര്യത്തിനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ കൊടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ചെന്നൈയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അതിങ്ങനെ ഒരു പാട്ട് പാടാനാണ് എന്ന് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ലൈക്ക് ഒരു 2010 ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആദ്യത്തെ പടം ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ജലദോഷം പിടിച്ചു. ജലദോഷം എന്ന് വെച്ചാൽ ഞാൻ എന്ത് കഴിച്ചിട്ടും പോകുന്നില്ല. കുറേ എന്തൊക്കെയോ മരുന്നുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കഴിക്കുന്നുണ്ട്, ഒന്നും പോകുന്നില്ല. എന്നിട്ട് ഞാൻ ആകെ ഒരു ഇതായി. പക്ഷെ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാൻസ് പോവോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരുന്നുണ്ട്, ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചിട്ട് ശരിയായല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പല സ്റ്റേജും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തീരെ വയ്യാതെ പക്ഷെ സ്റ്റേജിൽ ചിലപ്പോൾ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ വിചാരിച്ചിട്ട് പോയി, ചെന്നൈയിൽ പോയി ഇളയരാജ സാറിൻ്റെ മകൻ്റെ കാർത്തിക് രാജ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷനായിരുന്നു. അപ്പം അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പറക്കിളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, പറക്കിളി അങ്ങനെ ഒരു പാട്ടാണ്. ഇത് എനിക്ക് എത്ര പാടിയിട്ടും അത് ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല എന്ന് വെച്ചാൽ വോയിസ് ബ്രേക്ക് ആവുക. അപ്പോൾ കാർത്തിക് രാജ് ഇന്നൊരു തടവ ട്രൈ പണ്ണു, എനിക്ക് എത്ര ട്രൈ പണിയിട്ടും ശരിയാവുന്നില്ല. അപ്പം എനിക്ക് തോന്നി ഈശ്വര കഴിഞ്ഞു. ഞാൻ അവസാനം പറഞ്ഞു എന്നെക്കൊണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. പിന്നെ അതാണെങ്കിൽ ഹൈ റേഞ്ചുള്ള പാട്ട്, എനിക്കാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഭയങ്കര സേഫായിരുന്നു. അപ്പം അതെനിക്ക് തീരെയും പറ്റുന്നില്ല. ലാസ്റ്റ് സെർവൺ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പറ്റില്ല, എനിക്ക് തീരെ എടുക്കുന്ന. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു സാറില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം എല്ലാം വിഷമം കൊണ്ട് അവസാനിച്ച് വരുന്ന സമയത്ത് പുള്ളി പറഞ്ഞു അറ്റ്ലീസ്റ്റ് അതല്ലെങ്കിലും
ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, അത് പാടിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര വൈകിലും അത് പാടിയിട്ട് പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് അത് പാടിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അത് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ജോണർ പാട്ടായിരുന്നു അത്. ആ ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്, ഒരുപാട് വർഷം മുന്നേയും. അപ്പൊ അതാണ് ഞാൻ, എന്നിട്ട് എനിക്ക് വന്ന പാട്ടല്ല പാടാൻ പറ്റിയത്, എന്നിട്ട് എൻ്റെ ഒരു ഇത് കണ്ടിട്ട് ഏതോ ഒരു ഉള്ള പാട്ടാണ് എനിക്ക് തന്നത്. അപ്പൊ മേ ബി അതൊക്കെയാണ് വിധി. അതെ. സോ സി മരണ ജാട ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു അത്. നർത്തകിയാണ്. നർത്തകി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കോളേജിലൊക്കെ ഞാൻ ഇങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യായിരുന്നു അങ്ങനെ. പക്ഷെ ഞാൻ ഭരതനാട്യം ആകെ കുറച്ച് പഠിച്ചു ഫസ്റ്റില്. പിന്നെ ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് നിർത്തി. അപ്പൊ ഇപ്പൊ പാട്ടാണ് മാത്രമേ. നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒഴുകുന്ന താഴം പൂമണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒഴുകുന്ന താഴം പൂമണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ. കടൽ പെറ്റൊരേ മുത്തു ഞാനെടുക്കും കാതിൽ. തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശംഖുക്കളായി കാതിൽ. തേൻമഴയായി പാടൂ കാറ്റേ കടലേ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. ഇത് അന്നത്തെ റിയാലിറ്റി ഷോയ്ക്ക് പാട്ടുണ്ട് ഈ പാട്ട്. സോ 5ാമത്തെ ചോദ്യമാണ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിന്റെ PRO ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അത് ന്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് മീഡിയക്ക് കൈമാറുന്ന വ്യക്തി. A. വാഴൂർ ജോസ്, B. PA ദിനേശ്, C. G. കൃഷ്ണൻ. PA ദിനേശ്. ഞാൻ എടുത്ത് വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. റിയാലിറ്റി ഷോയില് ഏറ്റവും കൂടുതൽ ഞങ്ങള് അങ്ങനെ പോയി ഇങ്ങനെ പോയി അത് പോയി ഇത് പോയി അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ പാട്ട് ഏതാ? അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഈ പറഞ്ഞ മാതിരി വയ്യാണ്ടായി ഒരു ഷെഡ്യൂളില്. അന്ന് ഞാൻ എടുത്തിരിക്കണ പാട്ട് ചഞ്ചല ദ്രുത പരതാളം. എനിക്കാണെങ്കിൽ ഇത് എങ്ങനെ പാട്ട് മാറ്റാനും പറ്റില്ല. അപ്പൊ ഞാൻ പോയി പാടാൻ നിവർത്തില്ലല്ലോ. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫ്ലോപ്പ് എന്ന് വെച്ചാല് ഇത്രയും ഒരു വൃത്തികേടായിട്ട് ആ പാട്ട് എവിടെ ആരും പാടിണ്ടാവില്ല. മാത്രമല്ല അത് ടെലികാസ്റ്റ് ചെയ്യും. അതെ അതായത് എവിടെ അവിടെ എത്തുന്നുമില്ല, എത്തിയിട്ടുമില്ല. അവിടെ ഫുൾ വെള്ളി അങ്ങനെയാ വന്നത്. അത് ഫുൾ ടെലികാസ്റ്റ് ചെയ്തു. എന്താ ചെയ്യാ, ഒന്നും ചെയ്യാല്ല. അന്ന് ഡേഞ്ചർ സോണ്ട് ആദ്യമായിട്ട് കയറി. പക്ഷെ ഹൈ മാർക്സോടുകൂടെ ഡേഞ്ചർ സോണ്ട് ഞാൻ ആ പാട്ടിന്റെ ഒരു 2 വരി ഇപ്പൊ പാടാം. ചഞ്ചല ദ്രുത പരതാളം സുകൃത താളം സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി. എവിടെ പൊന്നഴകിനു മഴകാം മാധവമേ വിളി നിറയം സ്വരമെവിടെ താം തനനനനനന. ഹൃദയ ജതികളുടെ ചഞ്ചല ദ്രുത പരതാളം കൃതതാളം
സബാഷ്, സബാഷ്. ഒരു ഐഡിയ ഇല്ല, അപ്പൊ എന്തായാലും ഞാൻ ഓർമ്മ. 100-ല് 90 മാർക്ക് തരുന്നു. താങ്ക് യു. ഹിന്ദിയും പാടത്തില്ലേ? ഹിന്ദിയും പാടും പാടും. ആഹാ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ഹിന്ദി പാട്ട് കേൾക്കണം. ഓക്കെ. കാരണം അർജുനെ സ്നേഹിച്ചപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ, എങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എന്നാണല്ലേ. ഓക്കെ, സോ PA ദിനേശ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ രാത്രി കൃത്യം 8 മണിക്ക് നമ്മൾ വീണ്ടും ആരംഭിക്കും വിത്ത് യുവർ ഹസ്ബൻഡ് അർജുൻ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ജനിച്ച പിന്നെ കംപ്ലീറ്റ് വെജ് ആയിരുന്നു. വെജാണ്. പിന്നെ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കണം തോന്നിയിട്ടില്ല? ഇല്ല ഇല്ല, അദ്ദേഹമോ? ഞാൻ പ്യുവർ നോൺ വെജ്. അപ്പൊ എങ്ങനെയാ ഇത് മാനേജ് ചെയ്യുന്നത്? പുറത്ത് വെളിയിൽ പോയി പോകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കും. പുറത്തുനിന്നേ കഴിക്കാറുള്ളൂ ഫുൾ ടൈം. உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார், உன் வீட்டு തെന്നൽ കിട്ടൈ ഒന്നൊന്നായി കേട്ടുപ്പാർ. ഇവള് ആദ്യമായിട്ട് പാടാൻ വന്നത് സീതാ കല്യാണം എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. ഓ, മറ്റേ സീതാ കല്യാണം. അതായത് ഞാൻ അതും വേറെ ഒരു അലൈപ്പായത്തെ എന്ന് പറഞ്ഞ സിനിമയിലെ മാംഗല്യം തന്തുനാണ്, ഇത് രണ്ടും കൂടി ഫ്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അതെന്തിനാ ഈ സ്റ്റുഡിയോ ചെന്നേ? ആ സ്റ്റുഡിയോയിൽ ഞാൻ ഒരിക്കലും പോകേണ്ടത് ആവശ്യമില്ലായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ആ സ്റ്റുഡിയോ ചെന്നത്? എന്റെ വിധി. അല്ല.